നമസ്കാരം. ദീപാവലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കൂട്ടച്ചോടാണ്. അത് സിമ്പിളായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കൂട്ടച്ചോടാണ്. ഈ കൂട്ടച്ചോടിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇപ്പം ഞാനൊരു ചോട് നിങ്ങളെ പഠിപ്പിക്കാത്തത് നിങ്ങൾ അതിൽ കണ്ടെത്തേണ്ടത്, അതിൽ എന്താ ടെക്നിക്ക്, അതിൽ എവിടെയാണ് ടെക്നിക്ക് ഇരിക്കുന്നത്, അതാണ് നിങ്ങളെടുത്ത് ചെയ്യേണ്ടത്. ഞാൻ ചോട് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഞാൻ ആ ടെക്നിക്കിൻ്റെ 2-3 വശം കൂടെ ഞാനതിൽ കാണിക്കാം. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഒരുപാട് അഭ്യാസങ്ങൾ കൂടി ചേർന്നാണ് ആയോധന കല. അപ്പോൾ ഒരുപാട് ടെക്നിക്ക് ചേർന്നാണ് കളരിപ്പയറ്റ്. അപ്പോൾ നിങ്ങളത് എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് അതിൻ്റെ കാമ്പ്, അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഞാനൊന്ന് ആദ്യം സ്ലോയിൽ ഞാൻ ആ ടെക്നിക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കയറി മാറടക്കാം. ഇത് ഇടത് കാല് ഫ്രണ്ടിൽ വെച്ച് മാറടക്കുക. ഇടത് കൈ ഫ്രണ്ടിൽ വേണം. എന്നിട്ട് കയറി ഒറ്റടി പടലിക്ക് അടിക്കുക. എൽ ഷേപ്പായിരിക്കണം. വെട്ടുക. ഷോൾഡർ ലെവലാണ്. അടിച്ചു വെട്ടി എടുത്ത് പുറംതിരിയുക എന്നിട്ട് ഇവിടെ ശത്രുവിനെ നോക്കണം, ബാക്കിൽ വന്ന് നോക്കണം, ചവിട്ടി പിടിപ്പിക്കുക, മാറടക്കുക. 1 2 3 4 1 2 3 4 1 2 3 4 എന്നിട്ട് അവിടെ നിന്ന് തന്നെ അടി ഉള്ളത്. ഇതാണ് കൂട്ടച്ചോട്. ഇതിൽ 4 തെക്കിൽ വേഗത, എത്ര വേഗത എടുത്ത് പോയി അടിക്കാൻ പറ്റും അങ്ങനെ അടിക്കുക. പിന്നെ ഇങ്ങനെ ടെക്നിക്ക് പഠിക്കാന്നത് ഓരോന്നേ. അപ്പോൾ അടിക്കാനത് 1 2 1 ഇങ്ങനെ വെട്ടിത്തീർക്കുക. അപ്പം ഇത് അടിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് അടിക്കാതെ കൈ വെട്ടിക്കളഞ്ഞിട്ട് പുറംതിരിഞ്ഞ് പടലിക്ക് വെട്ടുക. ഇനി അതാ 2 പേരാണ് അറ്റാക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്നവരുടെ പടലിൻ്റെ സൈഡിലടിക്കുക, ചേന്തി വെട്ടുക. ഇപ്പോൾ ടെക്നിക്ക് ലാസ്റ്റ് ഒരു സ്ഥലമാണത്. ഫസ്റ്റ് തുടങ്ങുന്ന സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത്. 1 2 1 2 1 മനസ്സിലായല്ല? അത് എവിടെ തുടക്കമുള്ള ടെക്നിക്കാണ് ആ ചുവട് ഞാൻ കാണിച്ചത്. രണ്ടാമത് നോക്കണം. ഇടത് കൈക്ക് അടിക്കുക, പുറംതിരി ചവിട്ടുക. വലത് കൈക്ക് അടിക്കുക, ഇടത് കൈക്ക് അടിക്കുക, വലത് കൈക്ക് അടി. അപ്പോൾ അതും ഈ ചുവടിൻ്റെ ഒരു ഭാഗത്തെ ടെക്നിക്കാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഒരാളെ ചെയ്ത് കാണിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി അടിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു ശത്രു അടിക്കാൻ നേരത്ത് ഇതെങ്ങനെ പഠിപ്പിക്കുന്നത് ആ രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ കുറേ നാളായി കളരിക്ക് കയറിയിട്ട് ഒരു ചെറിയ തിരുമ്പും തിരുമ്പൊക്കെ ഉള്ള കാരണം പിന്നെ അതിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്. അപ്പോൾ അത് നോക്കണം. അടിച്ചേ 1 അല്ല വെട്ടേ. ഇതാണ് ഞാൻ ആ ചോടിൻ്റെ ഫാസ്റ്റ് ടെക്നിക്ക്. അടിച്ചേ 1 ചവിട്ടി എടുത്തുക. അപ്പോൾ ഇതെല്ലാം അതിലുള്ളതാണ്. നോക്കണം. അടിച്ച് തടുത്ത് അടിച്ച് വെട്ടി അടിച്ച് ചവിട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ചോടിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഞാൻ അടിച്ച് പുറംതിരിഞ്ഞ് ചവിട്ടി, അടിച്ച് വെട്ടി കയറി അടിച്ച് ചവിട്ടി. അപ്പോൾ ഓർത്തോണം, നമ്മുടെ ആ സിമ്പിളായ ചോടിൽ എന്തെല്ലാം ടെക്നിക്കുണ്ട് എന്ന് നോക്കണം. ഞാൻ അതിൻ്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കാണിക്കാം. നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് നോക്കിയേ. 1 അടിച്ച് നിർത്തി, 2 3 4 5 മനസ്സിലായില്ല? ഈ സാധനം എൽ ഷേപ്പിൽ പോകണം. മിക്ക ചോടും നേരെ കയറി നേരെ ഇറങ്ങി അല്ലെങ്കിൽ കുരിശ് പോലെയാണ്. ഇതങ്ങനെയല്ല, എൽ ഷേപ്പാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഈ ചോടിൻ്റെ പ്രത്യേകത 1 ഇവിടേക്ക് വെട്ടി അല്ലേ, പുറംതിരിഞ്ഞ് വെട്ടി, അടിച്ച് വെട്ടി, എടുത്ത് വെട്ടി, ടേൺ ചെയ്ത്
ബ്ലോക്ക് ബ്ലോക്ക് മാറടച്ച്. മനസ്സിലായല്ലോ? ഇത് കണ്ട് ഈ ചുവട് നിങ്ങൾ എവിടെ നിന്നാലും ശരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അടിക്കണ അടി ഇച്ചിരി കരുത്തായിരിക്കണം. പിന്നെ അടിച്ചു പിടി, പിന്നെ ഇടത് കൈ, പിന്നെ പുറം ചവിട്ട് എപ്പോഴും പുറം ചവിട്ടിന് നല്ല ആരോഗ്യമാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വന്നേ, എപ്പോഴും അടിച്ചേ, അടി വരാൻ തരുത്. നമ്മൾ അടിച്ചേ ചവിട്ടുക, തടുക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ കാലാ കയറ്റി വെച്ച് അടിച്ചേ, അവിടെ പുറം തിരിഞ്ഞ് നോക്കണം, അടിച്ചേ, ഈ കൈക്ക് അടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അടി 1. ഇതാണ് ടെക്നിക്ക്. ഇത്രയും ഫാസ്റ്റായിട്ട് നാവിക്ക് ചവിട്ടുക. അപ്പോൾ നമ്മൾ ഈ അടി അടിച്ച് ഇങ്ങനെ പോയാൽ മതി. അഥവാ അടിയാണെങ്കിൽ നല്ലപോലെ ഏക്കത്തില്ല. പക്ഷെ അത് അടിച്ച് ഇങ്ങനെ കയറി ചെന്ന് ഏക്കും. ഇതിൻ്റെ അതിരിക്കുന്ന ആയുധമാണെങ്കിലും പെടലിക്കുള്ളൂ. പക്ഷെ മറ്റേത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും നോക്കണം, തിരിയെ അടിച്ച് ഇങ്ങനെ തിരിയാവും, അടിച്ച് ഇങ്ങനെ തിരിയാവും. അപ്പോൾ ഓർത്തണം, പുറം തിരിഞ്ഞ് പഠിക്കുക. അപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് പറയുന്ന ഒരുപാട് മാറ്റം പറയുന്നത് T ടൈപ്പ്. നമ്മളിവിടെ നിൽക്കുക 1 വേണ്ട നോക്കിയാൽ 2 3 ഇങ്ങനെ മാറി പഠിക്കണം. അപ്പം നമ്മൾ ഓരോ ചോടി ചെയ്യാന്നതും ഒരു T ഇങ്ങനെ T പോലെ പഠിച്ചിട്ട് ആ ടീയുടെ എൻഡിൽ നമ്മൾ നിന്നിട്ട് ഒരടി വരാതെ നേരെ ബാക്കിലേക്ക് മാറണം. രണ്ടാമത്തെ അടി വരാതെ തട്ടി കാണാം. ഇത് വീണ്ടും ഇവിടെ മൂന്നാമത്തെ അടി ആ കണ്ടില്ല. ഒന്നും നോക്കണം. 1 അപ്പ്, 2 അപ്പ്, 3 അപ്പ്. ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ പഠിച്ച് നമ്മൾ ഓരോ ചോടിനും മാറ്റങ്ങൾ വേണം. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് പെട്ടെന്ന് അടിക്കാൻ വരുന്നത് പെട്ടെന്ന് മാറിക്കളയണം. അതുപോലെ പെട്ടെന്ന് മാറിക്കളഞ്ഞ് ബാക്ക് ഇറങ്ങി ഇങ്ങനെ പഠിച്ച് കുറേ ആകുമ്പോൾ നിങ്ങളുടെ ശരീരം ഇത് ചെയ്തോളും. അതിനാണ് പറയുന്നത്, കളരി പഠിക്കുന്നവർക്ക് മെയ് കണ്ണാകുക എന്ന് പറയും. അപ്പം നമ്മൾ ഇത് നിരന്തരം ചെയ്യുന്നതിന് മാത്രമേ നമ്മൾക്ക് ഇതാകത്തുള്ളൂ. ഇല്ലാത്ത വർഷം നമുക്ക് കിട്ടത്തില്ല. ഞാൻ ഒന്നുകൂടെ ആ ചോടിൻ്റെ ഒരു പാർട്ട് കൂടെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. എടി 1 മാറടക്കാനത് മാറടച്ച്. പക്ഷേ ഇങ്ങനെ പിടിക്കണമല്ലോ, മാറടക്കല്ലേ, മാറടച്ച്. എന്നിട്ട് കയറി ഒരു അടി പെടലിക്ക്. 2 3 4 5 പതുങ്ങണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നിങ്ങൾ ഒരു വശം ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ അടിക്കണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം വെട്ട് വരുന്നത്. അപ്പോൾ അടിക്കാൻ 10 അടിച്ച് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുവട് മാറിയിട്ട് നോക്കി 4 സൈഡും പോയി ചെയ്ത് പഠിക്കുക. നല്ലൊരു ചുവടാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് പാടില്ല. ഒരുപാട് ചുവട് എൻ്റെ കയ്യിലുണ്ട്, ഒരുപാട് പാടുകളൊക്കെ ഉണ്ട്. അതിൽ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് ചുവടാണ്. ഈ ചുവട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ആ സംശയം എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാൻ തയ്യാറാണ്. അടുത്ത ആഴ്ച ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.